ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെൻസ് വേൾഡ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ഒരു 10-20 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് പോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു സദ്യക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. കുക്കറിൽ നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ നമ്മൾ ഗോതമ്പ് വേവിക്കുക. ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശർക്കര പൊടി ഉപയോഗിക്കുന്നുണ്ട്. ശർക്കര നിങ്ങൾ ഒന്നില്ലെങ്കിൽ ശർക്കര തിളപ്പിച്ച് അരിച്ച് ഒഴിക്കുക, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ശർക്കര പൊടി ഉപയോഗിക്കാൻ പറ്റും. ശർക്കരയും കൂടെ ഇട്ട് നമ്മൾ ഗോതമ്പിൻ്റെ ഡബിൾ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക ഗോതമ്പ്. അപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് നമ്മുടെ മധുരമൊക്കെ നന്നായിട്ട് ഗോതമ്പിൽ പിടിച്ച് കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. അതിന് ശേഷം നമ്മൾ കുറച്ച് പഴം, ഒരു പകുതി പഴം അല്ലെങ്കിൽ ചെറുപഴം ആണെങ്കിൽ ഒരു 1-2 ചെറുപഴം കൂടി തേങ്ങാപ്പാലിൽ മിക്സിയിലിട്ട് അരച്ച് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ കുഞ്ഞ ജാറിൽ കുറച്ച് പഞ്ചസാര, ഏലക്ക, ജീരകം, ജിഞ്ചർ പൗഡർ, ഇഞ്ചിയുടെ പൊടി അല്ലെങ്കിൽ ചുക്ക്, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പായസമൊക്കെ വെന്ത് ഇറക്കാറാവുമ്പോൾ ഉപയോഗിച്ചാൽ മതി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈയിങ് പാനിലിട്ടൊന്ന് വരട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ വരട്ടിയെടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ചുവയൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടും. നമ്മുടെ കൈ വെച്ച് ഒന്ന് പിടിച്ച് ഒന്ന് ഞെക്കി നോക്കിയാൽ അറിയാം നമുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്ന്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നമ്മളൊരു ഫ്രൈയിങ് പാനിൽ ഒരു 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഇത് വറുത്ത് കോരിയ ബാക്കി നെയ്യിൽ നമുക്ക് വേവിച്ച് വെച്ച ഗോതമ്പ് ഒന്ന് വരട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പാലും പഴവും കൂടി അരച്ച് വെച്ചതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാലിൻ്റെയും പഴത്തിൻ്റെയും ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര രുചിയാണ്. തേങ്ങാപ്പാൽപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽപ്പൊടി മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. നമ്മളെപ്പോഴും തേങ്ങാപ്പാൽപ്പൊടി എടുക്കുമ്പോൾ മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ചൂടുവെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തേങ്ങ അരച്ച് പാലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ടേസ്റ്റ് അതിനാണ്. ഇതൊന്ന് കുറുകി വരുമ്പോൾ വീണ്ടും കുറച്ചും കൂടിയും പാൽ ആഡ് ചെയ്യാം. കുറച്ചുകൂടിയും പാൽ ആഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബബിള് വന്ന് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ആവണം.
ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ പഞ്ചസാരയും ഏലക്കയും ജീരകവും ചുക്കും കൂടിയുള്ള ആ പൊടി ഇട്ട് കൊടുക്കുക. അത് നമ്മളൊരു അവസാനം ഘട്ടമാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അത് ഇപ്പോൾ ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് 1-ാം പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയതായാലും ഒരു വട്ടം കൂടി നമുക്ക് 3-ാം പ്രാവശ്യം ഒന്നുകൂടി ആഡ് ചെയ്തെടുക്കുക. ഇത് അധികം ഒന്ന് തിളപ്പിക്കേണ്ട. നമുക്ക് ഇത് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി നമ്മുടെ ഡെക്കറേഷനായിട്ട് നമ്മുടെ കിസ്മിസും കാഷ്നട്ടും ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി പഞ്ചസാര ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവറിന് മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാട്ടെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊരു 10-20 മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ഗോതമ്പ് പായസം റെഡിയാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഈ വരുന്ന ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം തന്നെ എൻ്റെ ഫാമിലിയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പായസം സൂപ്പർ. അടിപൊളിയാണോ? ഇങ്ങോട്ട് നോക്കി പറ. She's too focused on eating it. എങ്ങനെയുണ്ട്? അടിപൊളി. ഓണത്തിന് ഇത് വേണോ? ഓക്കെ. ഓണം സെപ്റ്റംബറിലല്ലേ? ഞാൻ ഓണത്തിന് ഒരു ട്രയൽ അടിച്ചത് സിമ്പിൾ കുക്കറിൽ അടിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പായസം. സൂപ്പർ. എൻ്റെ ലവിന് കൊണ്ടു കൊടുക്കട്ടെ. ഹാർട്ടിൽ പായസം ഉറക്കത്തിൽ നിന്ന് എഴുതിയെടുക്കുമ്പോൾ സർപ്രൈസ് ആവും. Away from me, guys. It's a hard. പായസം. എങ്ങനെയുണ്ട്? Thank you. അമ്മ എങ്ങനെയുണ്ട്? അടിപൊളി. ഓണത്തിന് ഉണ്ടാക്കണോ? എന്ത് പായസാണ്?